ഹലോ നമസ്കാരം വെൽക്കം ടു Reshmahappyland എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ റെസിപ്പി ആയിട്ടൊന്നും കാണിക്കുന്നില്ല, ചെറിയൊരു ഫുഡ് വ്ലോഗ് വേണമെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഇത് എല്ലാവർക്കും പരിചയമുള്ള സംഭവം തന്നെയാണ്, ഞാൻ ഇനി പേരെടുത്ത് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് ഞങ്ങളിവിടെ ഒരു ചെറിയൊരു പൊതിച്ചോറ് ഉണ്ടാക്കി, അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. പിന്നെ ഈ പൊതിച്ചോറ് എന്നൊക്കെ പറയുമ്പോൾ പണ്ട് നമ്മൾ ഈ സ്കൂളിൽ കൊണ്ടുപോകുന്ന ഓർമ്മകളാണ്, ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇരുന്ന് കഴിക്കുന്ന ആ ഒരു ഓർമ്മകളൊക്കെയാണ്. അമ്മ തന്നുവിടുന്ന അത്രയും ടേസ്റ്റൊന്നും ഇതിനെന്തായാലും കാണത്തില്ല. പിന്നെ കഴിക്കാനുള്ള അത്യാഗ്രഹം വരുമ്പോൾ ഉണ്ടാക്കി കഴിക്കാനല്ലേ പറ്റൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നേ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനോടെ കൊടുക്കാനായിട്ട് മറന്നു പോകല്ലേ. ഇനി ആദ്യം തന്നെ പൊതിച്ചോറിലെ മെയിൻ താരം ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ചമ്മന്തിക്കായിട്ട് 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിനായിട്ട് ഞാനിവിടെ 6 കൊച്ചുള്ളി എടുക്കുന്നുണ്ട്, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു ചെറിയ കഷ്ണം പുളി എടുക്കുന്നുണ്ട്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, 2 പച്ചമുളക് എടുക്കുന്നുണ്ട്. അപ്പോൾ കറിവേപ്പില ചേർത്ത് നിങ്ങൾ ചമ്മന്തി അരച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ കൊച്ചുള്ളി കുറച്ചധികം ചേർക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ എടുക്കാം, പക്ഷെ ഞാനിവിടെ എടുത്തിട്ടില്ല. ഇതിൻ്റെ എല്ലാം കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണം, അത് പക്ഷെ ഞാനിവിടെ കാണിച്ചിട്ടില്ല കേട്ടോ. ഇനി തോരന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ ഞാനിന്ന് ക്യാബേജ് വെച്ചിട്ടാണ് തോരൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ക്യാബേജ്, ആവശ്യത്തിന് കറിവേപ്പില, ഒരു 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു സവോള, ഇതെല്ലാം കൂടി നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി തോരന് വേണ്ട അരപ്പിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. 1/2 കപ്പ് തേങ്ങയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 3 കൊച്ചുള്ളി, പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മാത്രം മതി. ഇതൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോകേണ്ട ആവശ്യമില്ലെന്ന് അറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, എങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. അതിനായിട്ട് കുറച്ച് പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം തക്കാളി, പിന്നെ കുറച്ച് കൊച്ചുള്ളിയാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ തക്കാളി ഇട്ട് നിങ്ങൾ മുട്ട പൊരിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി അയല ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, കാശ്മീരി മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് കുരുമുളക് പൊടി, പിന്നെ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് മാരിനേഷന് വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ക്യാബേജ് തോരൻ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. അതിനുശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാബേജ്, ഇഞ്ചി, സവോള, പച്ചമുളക് ഇത്രയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഒരു 10-15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്യാം. ഇടയ്ക്ക് ഇതുപോലെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടും. അവരിങ്ങനെ ടിഫിൻ ബോക്സിലല്ലേ കൊണ്ടുപോയി കഴിച്ചിട്ടുള്ളൂ, അപ്പോൾ ഇങ്ങനെയൊക്കെ വെറൈറ്റി ആകുമ്പോൾ അവർക്കും കഴിക്കാനുള്ള ഇൻട്രസ്റ്റ് കാണും. ഇനി ഞാൻ മുട്ട പൊരിച്ചെടുക്കുന്നുണ്ട്. ഞങ്ങളും ഇങ്ങനെ വാഴയിലേക്ക് കിട്ടുമ്പോൾ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഇത് ഉണ്ടാക്കി വെക്കുമ്പോൾ രാവിലെ തന്നെ ഉണ്ടാക്കി വെക്കണം, എങ്കിലേ അതിൻ്റെ ഒരു കറക്റ്റ് ഫ്ലേവറൊക്കെ കിട്ടത്തുള്ളൂ, ആ ഇലയുടെ ഫ്ലേവറൊക്കെ ആ ചോറിലോട്ട് കിട്ടത്തുള്ളൂ. അല്ലാതെ കഴിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ അത് ഉണ്ടാക്കി വെച്ചിട്ട് ആ കഴിക്കുന്ന ഒരു ടൈം ആവുന്നവരെ നല്ല ക്ഷമ വേണം, എങ്കിൽ മാത്രമേ അത് നമുക്ക് നല്ല ടേസ്റ്റോടുകൂടി കഴിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ചമ്മന്തിയും അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പൊതിച്ചോറിന് വേണ്ട എല്ലാ കറികളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ ഒന്നുകൂടെ പറയാം. മീൻ പൊരിച്ചത്, ക്യാബേജ് തോരൻ, ചമ്മന്തി, മാങ്ങാച്ചാറ്, മുട്ട പൊരിച്ചത്, പിന്നെ ചോറ്. അപ്പോൾ ചോറ് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നു, അപ്പോൾ അതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. പിന്നെ മാങ്ങാച്ചാറ് ഇത് കടയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനിത് രാവിലെയാണ് ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ കഴിക്കുന്ന നേരം ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ വാഴയില നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചോറ് വെച്ച് കൊടുക്കാം. എന്നിട്ട് മാങ്ങാച്ചാറ് വെച്ച് കൊടുക്കാം. മാങ്ങാച്ചാറ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഏത് അച്ചാറായാലും മതി.
ഇനി ചമ്മന്തി വെച്ച് കൊടുക്കാം. തോരൻ വെച്ച് കൊടുക്കാം. ഇനി പൊരിച്ച മീനും മുട്ടയും വെച്ച് കൊടുക്കാം. അങ്ങനെ കറികളെല്ലാം വെച്ച് കൊടുത്ത് പൊതിച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊതിഞ്ഞെടുക്കാം. അപ്പോൾ വാഴയില നന്നായിട്ട് വാട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കിതുപോലെ പൊതിഞ്ഞെടുക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ അടിഭാഗമെല്ലാം പൊട്ടിപ്പോവും കേട്ടോ. രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് ഞാനിത് ഉണ്ടാക്കി വെച്ചത്. എന്നിട്ട് കഴിക്കാനായിട്ട് എടുത്തത് ഒരു 2 മണിയൊക്കെ ആയപ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഈ ഇല തുറക്കുന്ന സമയത്ത് നല്ല മണമായിരുന്നു. പിന്നെ ഡയറ്റൊക്കെ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രം ചോറ് വെച്ചാൽ മതി ഇതിൽ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചോറ് മുഴുവനായിട്ടും കഴിച്ചു പോകും. അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു സംഭവമാണ്. അപ്പോൾ വല്ലപ്പോഴുമെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇപ്പോഴും കൊണ്ടുപോകുന്നവരുണ്ടായിരിക്കാം. അപ്പോൾ ഇല്ലാത്തവരോടാണ് ഞാൻ പറഞ്ഞത്. ആർക്കും ചെയ്യാം, വലിയ പാടൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.